അവൻ അവൻ്റെ കണ്ണുകളെല്ലാം ശരിക്കും തിരുമ്മി നോക്കി. അവൻ കണ്ടത് ഒറിജിനലാണോ തോന്നിയതാണോ? കാരണം രാത്രി കാലങ്ങളിൽ ഇത്തരം സ്വപ്നങ്ങളെല്ലാം കാണുന്നത് അതിന് മുന്നേ കണ്ട മൊബൈൽ റീൽസുകളോ അല്ലെങ്കിൽ ബുക്കുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഇതൊന്നും അവൻ ചെയ്തിട്ടില്ല, അവനൊന്നും ചിന്തിച്ചിട്ടില്ല. അവൻ പതിയെ അവിടെ നിന്ന് എണീറ്റിട്ട് മുന്നോട്ട് നോക്കി, ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി. അപ്പോഴൊന്നും അവിടെ കുഴപ്പമില്ല. ഈ സമയത്ത് ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ അവൻ വീണ്ടും കടന്നിട്ടും പെട്ടെന്ന് ഉറങ്ങാൻ അവന് സാധിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ വീണ്ടും അതേ രൂപം അവിടെ ഇരിക്കുന്നത് പോലെ അവന് തോന്നി. വീണ്ടും ഇതുപോലെ തന്നെ ഞെട്ടി എണീറ്റ് ലൈറ്റ് ഇട്ടു. അവിടെ ആൾ രൂപം ഉണ്ടായിരുന്നില്ല. വീണ്ടും അവൻ ഉറക്കത്തിലേക്ക് പോയി, തോന്നിയതാണെന്ന് വിചാരിച്ചു, വീണ്ടും കിടന്നു. പിന്നെ സംഭവിച്ചത് കുറച്ചും കൂടി മുകളിലത്തെ കാര്യമായിരുന്നു. അതായത് അവൻ്റെ കാല് പിടിച്ച് ആരോ വലിക്കുന്നത് ഫീൽ ഉണ്ടായി. അവൻ കണ്ണ് തുറന്നു നോക്കിയപ്പോഴേക്കും അവൻ ബെഡിൽ നിന്നും താഴെ വീണിരുന്നു. വീണപ്പോൾ ചാടി എണീറ്റ് ലൈറ്റ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് വിളിച്ച് കൂവണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്നും അവന് സാധിക്കുന്നില്ല. ഭയത്തിൻ്റെ ഏറ്റവും മുകളിൽ അവനെത്തി. പേടിച്ച് അവൻ എങ്ങനെയോ ലൈറ്റിൻ്റെ സ്വിച്ച് കണ്ടെത്തി ലൈറ്റ് ഓൺ ചെയ്തു. പക്ഷേ ലൈറ്റ് ഓൺ ആവുന്നില്ല. അവൻ ഉറക്കെ ശബ്ദം ഉണ്ടാക്കണമെന്നുണ്ട്, അവൻ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും സാധിക്കുന്നില്ല. അവൻ പേടിച്ച് വിറച്ച് ആകെ എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിലെത്തി. അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ രൂപം അവിടെ കാണുന്നില്ല. ഉടൻ തന്നെ റൂം വിട്ട് ഇറങ്ങി ഓടിയാലോ എന്നവൻ വിചാരിച്ചു. അങ്ങനെ പതിയെ അവനിങ്ങനെ എണീറ്റ് ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഈ ജനൽ തുറക്കാം, സ്മെല്ലല്ലേ, അത് കുഴപ്പമില്ല. അവൻ്റെ ഉള്ളിലത്തെ ഭയം അവനെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിച്ചിരുന്നു. അവൻ ആ ജനൽ തുറന്നു നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ആ ജനലിനപ്പുറത്ത് ഒരു വലിയ പഴയ ശ്മശാനമായിരുന്നു.